സോ അങ്ങനെ നമ്മൾ കണ്ണപ്പ മൂവി ട്രെയിലർ നമ്മൾ കണ്ടേക്കാണ്. നോർമലി നമ്മൾ ട്രെയിലറൊക്കെ നമ്മൾ വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് മനസ്സിലുണ്ടാവുക? ഒരു ട്രെയിലർ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവുക ഒന്നേ ആ ട്രെയിലറിൻ്റെ സോങ് ആയിരിക്കും, ഇല്ലെങ്കിൽ BGM ആയിരിക്കും, ഇല്ലെങ്കിൽ വില്ലന്മാരായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മാസ് ഡയലോഗ് ആയിരിക്കും. പക്ഷേ ഈ ട്രെയിലർ ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ എൻ്റെ തലയിലേക്ക് ഓടിക്കൊണ്ടുന്ന ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇത് പടമാണോ, ഇല്ല സീരിയലാണോ, ഇല്ലെങ്കിൽ സീരീസാണോ, ഇല്ലെങ്കിൽ സ്പൂഫാണോ? ഈ ഒരു ചോദ്യങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. കാരണം നമ്മളെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതിനകത്ത് കാണില്ല ആസ് ഓഫ് നൗ. മാത്രമല്ല ഇവർ ട്രെയിലർ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇറക്കി ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ ഫുൾ കഥ ഇവർ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിജയുടെ ബീസ്റ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ എന്താണ് കഥ നടക്കുന്നത്, എന്താണ് ആവാൻ പോകുന്നത് എന്നുള്ള വിഷയം ഓൾറെഡി അവർ ട്രെയിലർ കാണിച്ച പോലെ ഇതിനകത്ത് എന്താണ് കഥയിൽ നടക്കാൻ പോകുന്നത് ഓൾറെഡി ഇവർ ട്രെയിലർ ഫുള്ളും കാണിച്ചിട്ടുണ്ട്. ഇവർ ഒരു കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഫുൾ പടം കൂടി ഇവർ എടുത്തിട്ട് കാണിച്ചത്. ഈ എഡിറ്റിംഗ് ടീമിനെ സമ്മതിച്ചതിനെ കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിനെ എക്സൈറ്റ്മെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി ഈ പറഞ്ഞ ട്രെയിലറും ടീസറും ഒക്കെ അവർ പുറപ്പെടുത്തി വയ്ക്കുന്നത്. കാരണം ഈ ട്രെയിലറും ടീസറും വെച്ചിട്ടാണ് കസ്റ്റമറിനെ അതില്ലെങ്കിൽ ഈ ഓഡിയൻസിനെ അവരെ തിയേറ്ററിലോട്ട് വഴിച്ചഴിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ ഹൂക്ക് വെക്കാനായിട്ടാണ് ഇതുപോലത്തെ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലി അതിൻ്റെ പ്രൊഡക്ഷൻ ടീം പുറപ്പെടുവി വയ്ക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ഒന്നൊന്നര ട്രെയിലർ ആയിപ്പോയെന്ന് തന്നെ പറയാം. ഇവന്മാർ കുറച്ചുകൂടി ടൈം കൊടുത്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആക്കിയിരുന്നെങ്കിൽ ഇവന്മാർ ഫുള്ള് പടം ഇട്ട് കാണിച്ച ട്രെയിലർ എന്ന് പറഞ്ഞാൽ ആ രീതിക്കാണ് ട്രെയിലറൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ആ പടം ഒരു പോസിറ്റീവ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാലേട്ട എല്ലാ ലാംഗ്വേജിലും പുള്ളിയുടെ ഓൺ വോയിസ് ഡബ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഈ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇവന്മാർ ഗ്രാമം എന്നൊക്കെ പറയുന്ന കുറച്ച് മക്കളെന്നൊക്കെ പറയുന്നത്, പക്ഷേ ആ പടം ഫ്രെയിമിൽ ആ പടം 4-5 പേരൊക്കെ ഉള്ളൂ. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ലാലേട്ടന് വേണ്ടി നമുക്ക് കാണാമെന്നുള്ള ഇതേ ഉള്ളൂ. ലാലേട്ടൻ്റെ കൊച്ചു ക്യാരക്ടറാണെങ്കിലും ലാലേട്ടൻ്റെ ക്യാമിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നോർമലി പടം കാണാറുണ്ട്. സോ നമുക്ക് പടം കണ്ടറിയണം. എനിക്ക് വലിയ പ്രതീക്ഷയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ട്രെയിലർ കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത്. സോ അത്തരം പ്രതീക്ഷയോടെ മാത്രമേ നമ്മൾ പടം കാണാൻ പോകുന്നുള്ളൂ. പടം കണ്ടിട്ട് നമുക്ക് ബാക്കിയിടാം റിവ്യൂ.